പാർത്തലമിതിലെ ഭാഗ്യങ്ങളഖിലം പരിണമിച്ചൊഴിഞ്ഞിടിലും നിത്യ പരമേശ വചനം പാപിക്കു ശരണം പരിചയിച്ചാനോനം. നിത്യ പരമേശ വചനം പാപിക്കു ശരണം പരിചയിച്ചാനോനം. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നിങ്ങളുമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ സമീപനത്തിൽ രക്ഷയെ സംബന്ധിച്ചുള്ള ഒരു സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ശിമിയോൻ എന്ന വന്യവയോധികനായ പ്രവാചകൻ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായ ചില പ്രസ്താവനകളാണ് നാം വായിച്ച വേദഭാഗത്ത് അടങ്ങിയിരിക്കുന്നത്. ശിമിയോൻ എന്ന ഈ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സയാനം ദൈവാലയത്തിൽ കഴിച്ചുകൂട്ടുകയാണ്. യെരുശലേം ദൈവാലയത്തിൽ ദൈവത്തിങ്കിൽ നിന്ന് ഒരു പ്രത്യേക അരുളപ്പാട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശിമിയോൻ എന്ന പ്രവാചകന്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ച് ആത്മനിയോഗത്താൽ ശിമിയോൻ ഈ ശിശുവിനെ തന്റെ കയ്യിലേക്ക് എടുത്തു. വാർദ്ധക്യത്തിന്റെ ചുളുക്കം ബാധിച്ച ആ കരത്തിൽ ഈ യേശുവെന്ന ശിശുവിനെ ഏന്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായ ചില പ്രസ്താവനകൾ. ശിമിയോൻ എന്ന ഈ വയോധികന്റെ ഈ പ്രസ്താവനയിൽ രക്ഷയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ചില പരാമർശനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ രക്ഷയെ സംബന്ധിച്ച് 4-5 കാര്യങ്ങളാണ് അദ്ദേഹം ഓർപ്പിക്കുന്നത്. എന്നാൽ അതിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് മുൻപ് രക്ഷയെക്കുറിച്ചൊരു മുഖവര 2-3 വാക്കുകളിൽ ഓർപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. രക്ഷ എന്ന വാക്കിനർത്ഥം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. മനുഷ്യവർഗം പാപനിമിത്തം പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന്റെ മുൻപിൽ ശിക്ഷാർഹനായിട്ട് മാറി. ആ ശിക്ഷയെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രഭാഷണത്തിലൂടെ കേട്ടുപോരാറുള്ളതുപോലെ തന്നെ ആ ശിക്ഷ നിത്യമായ നരകമാണ്. ആ നരകത്തിൽ നിന്നുള്ള വിടുതലിനാണ് ബൈബിളിൽ രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷ തികച്ചും ആത്മാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രക്ഷയാണ്. അങ്ങനെ ആത്മരക്ഷ പ്രാപിക്കേണ്ട ആവശ്യകതയും ആ രക്ഷയുടെ ശ്രേഷ്ഠതയും ഈ വേദഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ രക്ഷയുടെ മുഖവരയിൽ ഓർപ്പിക്കാനുള്ളത്, ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ 24 മണിക്കൂറും ബദ്ധപ്പാടോടുകൂടെ ജീവിക്കുകയാണ്. 24 മണിക്കൂർ അവന് തികഞ്ഞു പറ്റുന്നില്ല. വീണ്ടും സമയമില്ലെന്നാണ് പറയുന്നത്. അവൻ അത്യധ്വാനം ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, നല്ല നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല നല്ല വീടുകളിൽ പാർക്കുന്നു. ഇതൊന്നും ആത്മാവിനുള്ളതല്ലെന്നുള്ളത് നമുക്കറിയാം. പിന്നെന്തിനുള്ളതാണ്? ശരീരത്തിനുള്ളതാണ്. പക്ഷേ ശരീരത്തിന് രക്ഷ ആവശ്യം എന്ന് വരികിലും അതിനേക്കാൾ ഉപരി ആത്മാവിന്റെ രക്ഷയ്ക്കാണ് പ്രാധാന്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആത്മാവിന്റെ രക്ഷയുടെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വാക്കിലൂടെ വെളിപ്പെടുന്ന ഒരു പരമസത്യം, മനുഷ്യന് ശരീരത്തിന് രക്ഷ ആവശ്യം എന്ന് വരികിലും
അതിനേക്കാൾ ഉപരി നിലനിൽക്കുന്ന വിലയേറിയ ആത്മാവിന്റെ രക്ഷയാണ് ഈ ലോകത്തിൽ അവൻ നേടേണ്ടത്. ആ രക്ഷ എങ്ങനെ നേടാൻ കഴിയും? ആ രക്ഷയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അതെല്ലാം ഈ വായിച്ച വേദഭാഗത്ത് പറയുന്നുണ്ട്. ഈ രക്ഷയുടെ ഒന്നാമത്തെ പ്രത്യേകതയിലേക്ക് നാം കടക്കുമ്പോൾ അതിന്റെ 31 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ്. അപ്പോൾ ആരെ കയ്യിലെടുത്തിട്ടാണ് ശിമിയോൻ പ്രവാചകൻ പറയുന്നത്? യേശുക്രിസ്തുവിനെ കയ്യിലെടുത്ത. അപ്പോൾ യേശുക്രിസ്തു ഇപ്പോൾ ശിമിയോന്റെ കരത്തിൽ ഇരിക്കുകയാണ്. ശിമിയോന്റെ കരത്തിലിരിക്കുന്ന യേശുവിനെ കണ്ടിട്ടാണ് ശിമിയോൻ പറയുന്നത്, നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇവിടെ രക്ഷയുടെ ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. രക്ഷ അതൊരു വ്യക്തിയാണ്, കർത്താവായ യേശുക്രിസ്തു. രക്ഷയൊരു മതമല്ല, രക്ഷയൊരു സഭയല്ല, രക്ഷയൊരു സംഘടനയല്ല, രക്ഷയൊരു സമൂഹവുമല്ല, രക്ഷയൊരു പ്രത്യയ ശാസ്ത്രവുമല്ല. രക്ഷ അത് വ്യക്തിയാണ്, കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷ എന്ന് തെളിയിക്കുന്ന നിരവധി വേദഭാഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് കഴിയും. ഉദാഹരണമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ മറിയ പ്രസവിക്കുന്നു. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന് നൽകേണ്ട പേര് ദൈവം ദൂതൻ മുഖാന്തരം നിർദ്ദേശിക്കുകയാണ്. എന്താണ് നിർദ്ദേശിക്കുന്നത്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം രക്ഷിതാവ് എന്നാണ്. യോശുവ എന്ന പേരിന്റെ മറ്റൊരു വാക്കാണ് യേശു എന്നുള്ള വാക്ക്. യോശുവ എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷിക്കുന്നു എന്നാണ്. യേശു എന്ന് പറഞ്ഞാലും രക്ഷിതാവെന്നാണ്. എവിടുന്ന് രക്ഷിക്കുന്നവൻ? പാപത്തിൽ നിന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നവനാണ്. ഞങ്ങളുടെ ബഹുമാന്യ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ലോക ചരിത്രത്തിൽ മനുഷ്യവർഗത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തിയെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പേരുകൊണ്ട് തന്നെ യേശു രക്ഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തന്നെയല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ആരാണ് അവിടെ കാണാതെ പോയത്? മനുഷ്യവർഗമാണ്. എവിടുന്നാണ് കാണാതെ പോയത്? ദൈവത്തിങ്കൽ നിന്നാണ്. അപ്പൊ ദൈവത്തിങ്കൽ നിന്ന് കാണാതെ പോയ ഈ മനുഷ്യനെ തിരഞ്ഞു രക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആ പ്രസ്താവനയിലൂടെയും യേശു രക്ഷയാണെന്നുള്ളതിന് സംശയമില്ല. വീണ്ടും നാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. വളരെ വ്യക്തമായി പറയുന്നു, ലോകത്തുള്ള സകലരും വിശ്വസിക്കുവാൻ യോഗ്യമായ ഒന്നാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. അത് തന്നെ യേശു ക്രിസ്തു രക്ഷയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. പ്രിയപ്പെട്ടവരെ, ഒരുവൻ രക്ഷയായി തീരണമെങ്കിൽ, രക്ഷിതാവായി തീരണമെങ്കിൽ അവൻ അതിന് യോഗ്യനായിരിക്കണം. അതിൽ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് ക്രിസ്തുവിൽ പാപമില്ലെന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ പരിശോധിച്ചവരൊക്കെ വ്യക്തമായി വിധി എഴുതി യേശു ക്രിസ്തുവിൽ പാപമില്ലെന്ന്. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ തന്റെ മുൻപിൽ നിൽക്കുന്ന ജനത്തോട് ചോദിച്ച ചോദ്യം, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താമെന്നാണ്. ലോകത്തിൽ ആർക്കിങ്ങനെ ചോദിക്കാൻ കഴിയും? ലോകത്തിൽ ആരിങ്ങനെ ചോദിച്ചിട്ടുണ്ടില്ല. യേശുക്രിസ്തു അവിടുത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവിടുന്ന് പാപം അറിഞ്ഞിട്ടില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് കർത്താവിൽ പാപമില്ല എന്നാണ്. അപ്പോൾ പാപം അറിഞ്ഞിട്ടില്ലാത്തവനും പാപം ചെയ്യാത്തവനും പാപമില്ലാത്തവനുമായ യേശുക്രിസ്തുവിന് മാത്രമേ ഒരു പാപിയെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി അവിടുന്ന് എന്താണ് ചെയ്തത്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിന്റെ പാപ
പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായിട്ട് പാപമില്ലാത്ത ക്രിസ്തു ഈ മണ്ണിലേക്ക് ജനിച്ച് അവിടുന്ന് തിരുവെഴുത്തുകളിൻ പ്രകാരം മാനവജാതിയുടെ പാപനിമിത്തം കുരിശിൽ മരിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. നിശ്ചയമായും അതുകൊണ്ട് രക്ഷയൊരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആകയാൽ രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം, പാപമോചനത്തിന് ഒരേ ഒരു മാർഗം, പാപപരിഹാരത്തിന് ഒരേ ഒരു മാർഗം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ പ്രസ്താവനയിലൂടെ വെളിപ്പെടുന്ന ഒന്നാമത്തെ കാര്യം, രക്ഷയൊരു വ്യക്തിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആ 31-ാം വാക്യത്തിൽ തന്നെ വീണ്ടും എഴുതിയിരിക്കുന്നത്, സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ. ഈ രക്ഷയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് ഒരുക്കപ്പെട്ട രക്ഷയാണ്. എന്താ ഈ ഒരുക്കപ്പെട്ട രക്ഷ എന്ന് പറഞ്ഞാൽ, ഇനിയും മനുഷ്യൻ അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനായിട്ട് ഇനിയും ഒന്നും ഒരുക്കണ്ട. അല്ല, അവനെ കൊണ്ട് ഒരുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവം അത് അവന് വേണ്ടി ഒരുക്കിയത്. മനുഷ്യന് സ്വയമേവ രക്ഷ പ്രാപിപ്പാൻ അവൻ അസാധ്യമാണ്. നാം ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യന് അസാധ്യമെങ്കിലും ദൈവത്തിന് സാധ്യമാണ്. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ മനുഷ്യന് അസാധ്യമായതുകൊണ്ട് ദൈവം അത് സാധ്യമാക്കി കൊടുത്തു. ആരിലൂടെ? യേശു ക്രിസ്തുവിലൂടെ. അത് ക്രിസ്തുവിലൂടെ ആ രക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. അതിനർത്ഥം എന്താ? ഇനിയും മനുഷ്യൻ പാപമോചനത്തിനു വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഉദാഹരണം നിങ്ങൾക്ക് തന്നാൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു കുരിശിൽ കടന്നുകൊണ്ട് പറയുന്ന ഒരു മൊഴി ഇങ്ങനെയാണ്, സകലവും നിവർത്തിയായി. സകലവും നിവർത്തിയായി. ഇനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടുന്ന് ഏതൊരു കാര്യത്തിന് ഈ ലോകത്തിൽ വന്നോ ആ കാര്യം നിവർത്തിച്ചിരിക്കുന്നു. ചാരിതാർത്ഥ്യത്തിന്റെയും കൃതാർത്ഥതയുടെയും വാക്കുകളാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഇവിടെ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. എന്ത് നിവർത്തിച്ചിരിക്കുന്നു? അവിടുന്ന് വന്നത് നാം ആദ്യം ചിന്തിച്ചതുപോലെ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. അതായിരുന്നു വരവിന്റെ ഉദ്ദേശം. പക്ഷേ ഈ കുരിശിൽ മരിക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്ന വാക്ക്, സകലവും നിവർത്തിയായി. ഞാൻ വന്നത് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതിതാ സാധിച്ചിരിക്കുന്നു എന്ന് ഒരു വലിയ വിളംബരം. ഞാനിവിടെ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ മരണത്തെ ഒരു പരാജയമായി കാണുന്ന പലരും ഇന്ന് ലോകത്തുണ്ട്. പരാജയമായിരുന്നു ക്രിസ്തുവിന്റെ മരണം. എന്നാൽ ഞങ്ങൾ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ മരണം അതൊരു പരാജയമല്ലായിരുന്നു, വൻപിച്ച വിജയമായിരുന്നു. എന്താ കാര്യം? താൻ വന്ന കാര്യം ക്രൂശിലെ മരണം കൊണ്ട് സാധിച്ചെടുത്തു. സകലവും നിവർത്തിയായി. ഏതൊരു മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ വന്നത്, ആ രക്ഷ അവിടുത്തെ ജീവൻ കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തു ഒരുക്കി. ആ ഒരുക്കിയ ചാരിതാർത്ഥ്യത്തോടുകൂടെ, കൃതാർത്ഥതയോടുകൂടെ അവിടുന്ന് കുരിശിൽ വിളിച്ചു പറയുകയാണ്, സകലവും നിവർത്തിയായി. അവിടെ നമ്മുടെ രക്ഷ ഒരുക്കി. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മള് കാശ് കൊടുത്തോ മറ്റെന്തെങ്കിലും ചെയ്തോ ഈ രക്ഷയുടെ ബാക്കി ഭാഗം പൂരിപ്പിക്കേണ്ടതായിട്ടില്ല. ഞാനിവിടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആവശ്യമില്ലാത്ത വിധത്തിൽ ദൈവം തന്റെ പുത്രനെ കാൽവരിയിലെ ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും പകരമായി തകർത്ത് യാഗമാക്കി നമ്മുടെ രക്ഷ അവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇത് ഒരുക്കപ്പെട്ട രക്ഷയാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരുക്കപ്പെട്ട രക്ഷ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചാൽ മാത്രം മതി. ശിമിയോൻ ചെയ്തതുപോലെ. ശിമിയോൻ എന്താ ചെയ്തത്? യേശു എന്ന രക്ഷയെ തന്റെ കരത്തിലേക്ക് എടുത്തിട്ട് മാറോട് അണയ്ക്കുകയാ ചെയ്തത്. ഇതാണ് ഇന്ന് വേണ്ടത്. യേശു ക്രിസ്തു എന്ന ആ രക്ഷ, ആ ഒരുക്കപ്പെട്ട രക്ഷ നമുക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തിന്റെ കരം നീട്ടി ആ രക്ഷയെ സ്വീകരിച്ച് സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം.
വാഗ്ദത്തം. ദൈവം അതിന് സഹായിക്കട്ടെ. ഇത് ഒരുക്കപ്പെട്ട രക്ഷ. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ ഒരിക്കൽ പാടുകയുണ്ടായി, ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ എന്ന് പാടിക്കൊണ്ട് വന്നു. വെറും കൈയായി ഞാൻ അങ്ങ് ക്രൂശിൽ മാത്രം നമ്പുന്നു. നിങ്ങൾ വെറും കൈയോടുകൂടെ, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഇപ്പോൾ ചെല്ലുന്നെങ്കിൽ, വെറും കൈയോടുകൂടെ ചെല്ലുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരുക്കപ്പെട്ട രക്ഷ തരുവാൻ അവിടുത്തേക്ക് പ്രസാദമുള്ളവനാണ്. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരുമാകട്ടെ, ഏതു മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ചിന്താഗതിയിൽപ്പെട്ടവരാകട്ടെ, ഏതു ഭാഷക്കാരാകട്ടെ, ഏത് നിറമുള്ളവരാകട്ടെ, ദൈവത്തിന് മുഖപക്ഷമില്ല. ഈ ഒരുക്കപ്പെട്ട രക്ഷ ഏതൊരു വ്യക്തി വെറും കൈയോടുകൂടെ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നുവോ, ഇത് നൽകാൻ യേശുവിന് മനസ്സുണ്ട്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് ഒരുക്കപ്പെട്ട രക്ഷയാണ്. ഈ രക്ഷയുടെ മൂന്നാമത്തെ പ്രത്യേകതയും ആ 31 വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഈ രക്ഷയുടെ മൂന്നാമത്തെ പ്രത്യേകത? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ രക്ഷയെ, നിന്റെ രക്ഷയെ. ഈ രക്ഷയുടെ മൂന്നാമത്തെ പ്രത്യേകത നിന്റെ രക്ഷയാണ്. ദൈവത്തോടാണ് ശിമിയോൻ ഈ വാക്കുകൾ പറയുന്നത്. ദൈവത്തോട് പറയുമ്പോൾ ശിമിയോൻ ദൈവത്തോട് പറയുകയാണ്, ഇത് നിന്റെ രക്ഷയാ. അതിനർത്ഥം എന്താ? ഇത് ദൈവത്തിന്റെ രക്ഷയാ. അപ്പൊ ഈ രക്ഷയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ദൈവത്തിനാണ്. ഇത് തികച്ചും ദൈവത്തിന്റെ രക്ഷയാണ്. എന്താ അതിന്റെ കാരണം? ഈ രക്ഷ ഉണ്ടാക്കാൻ ചെലവ് ചെയ്തത് മുഴുവൻ ദൈവമാണ്. ഇതിന്റെ ഒടുവിലത്തെ ചെലവ് വരെ വഹിച്ചത് ദൈവമാണ്. ദൈവത്തിന് വന്ന ചെലവേതാ? നമുക്ക് വർണ്ണിക്കാൻ കഴിയയില്ല. ആ ചെലവൊരു ദാനമായിട്ടാ തന്നത്. അതിനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്നാണ്. അപ്പോൾ പറഞ്ഞു തീരാത്ത ദാനം, ഇതിന്റെ വില അവർണ്ണനീയമാണ്, അവാച്യമാണ്. മനുഷ്യന് വർണ്ണിച്ചു തീർക്കുവാൻ കഴിയുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഇതിന്റെ വില, അത്ര വലിയ വില, തന്റെ പുത്രനെ തന്നെ ചെലവ് ചെയ്ത്, പുത്രനെ തന്നെ ചെലവ് ചെയ്ത്, ആ പുത്രനിലൂടെയുള്ള വില കൊടുത്താണ് ദൈവം ഈ രക്ഷ ഒരുക്കിയത്. അതുകൊണ്ട് ഈ രക്ഷ തികച്ചും ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ദൈവത്തിന്റെ രക്ഷയാണ്. അപ്പോൾ ആർക്കെങ്കിലും രക്ഷ വേണമെങ്കിൽ മീഡിയേറ്റർ ഒന്നും വേണ്ട, അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ രക്ഷ ആർക്കു വേണോ ആ വ്യക്തി പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് അങ്ങ് ചെന്നാ മതി. ദൈവത്തിങ്കിലേക്ക് ചെന്നാ മതി. ദൈവമേ, എനിക്കങ്ങയുടെ രക്ഷ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര കൊടും പാപിയാണെങ്കിലും ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നാൽ ഈ രക്ഷ ദൈവം നിങ്ങൾക്ക് നൽകാൻ മനസ്സുള്ളവനാണ്. ഈ ദൈവത്തിന്റെ രക്ഷയ്ക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണമുണ്ട്. എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ബൈബിളിന്റെ ഒടുവിലത്തെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രക്ഷയെന്നുള്ളത് ദൈവത്തിന്റെ ദാനം. അതുകൊണ്ട് നിങ്ങൾ വെറും കൈയോടുകൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, ദൈവമേ, എനിക്ക് ഈ രക്ഷ ആവശ്യമുണ്ട്, എന്നെ രക്ഷിക്കണമേ, എനിക്ക് ആ രക്ഷ തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷം ദൈവത്തിന്റെ ദാനമായ രക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഈ രക്ഷയുടെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും ഒടുവിലായി ഈ രക്ഷയുടെ പ്രത്യേകത അതേ 31-ാം വാക്യത്തിൽ വായിക്കുന്നു, സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഈ രക്ഷ സകല ജാതികൾക്കും ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരേ സൂര്യനെങ്കിൽ, എല്ലാവർക്കും ഒരേ ചന്ദ്രനെങ്കിൽ, എല്ലാവർക്കും ഒരേ ഓക്സിജനെങ്കിൽ, എല്ലാവർക്കും ഒരേ ജലമെങ്കിൽ, രക്ഷയുടെ കാര്യത്തിലും വ്യത്യാസമില്ല. സകല ജാതികൾക്കും ഒരേ ഒരു രക്ഷ, അത് കർത്താവായ യേശു ക്രിസ്തു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആകയാൽ ഈ രക്ഷയായ ക്രിസ്തുവിനെ ശിമിയോൻ എന്ന പ്രവാചകൻ കയ്യിലേന്തി സ്വന്തമാക്കിയതുപോലെ ഇപ്പോൾ ഒരു പൈസയും മുടക്കാതെ, ഒരധ്വാനവും കഴിക്കാതെ നിങ്ങൾ കർത്താവിന്റെ അടുക്കലേക്ക് ഇപ്പോൾ ചെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് രക്ഷ വേണം, ഞാനൊരു പാപിയാണ്, അങ്ങയെ ഞാൻ എൻ്റെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് തീരുമാനമെടുത്താൽ ദൈവത്തിന് സ്തോത്രം, ഈ രക്ഷ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരും. അതിന് മനസ്സില്ലെങ്കിൽ ബൈബിളിൽ ഇങ്ങനൊരു മുന്നറിയിപ്പുണ്ട്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും.
കേൾക്കകേൾക്കാഹളം മോചനം സ്വാതന്ത്ര്യം ദൈവത്തിൻ വിളംബരം മോചനം സ്വാതന്ത്ര്യം നാശമാകുമേവർക്കും ഭാഗ്യയോ വത്സരം ഘോഷിപ്പിൻ എല്ലാടവും മോചനം സ്വാതന്ത്ര്യം കാരാഗൃഹേ മോചനം സ്വാതന്ത്ര്യം കേൾക്കുവിൻ ബദ്ധരേ മോചനം സ്വാതന്ത്ര്യം ക്രൂശിന്മേലെ കാണുവിൻ നിത്യമാ ഉദ്ധാരണം യേശുവോടു വാങ്ങുവിൻ മോചനം സ്വാതന്ത്ര്യം ദുഷ്ടന്മാരെ രക്ഷിപ്പാൻ മോചനം സ്വാതന്ത്ര്യം ശിഷ്ടരാക്കി തീർക്കുവാൻ മോചനം സ്വാതന്ത്ര്യം ദൈവസ്നേഹം കാണുവിൻ വാഴ്ത്തുവിൻ തൻ കാരുണ്യം ജീവൻ ദാനം പ്രാപിപ്പാൻ മോചനം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആ സൗഭാഗ്യവാർത്തയെ എങ്ങനെ നിഷേധിക്കാം ഇത്ര വലിയ രക്ഷയെ